എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 16ാമത്തെ ക്ലാസ് ആണ്. മൊഡ്യൂൾ 1ന്റെ ലാസ്റ്റ് ക്ലാസ്സുമാണ്. അതായത് റെസിപ്രോസിറ്റി തിയറം. നമുക്ക് നെറ്റ്വർക്ക് തിയറത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം പഠിച്ചു, പിന്നെ തെവെനിൻസ് തിയറം, അത് കഴിഞ്ഞിട്ട് നോർട്ടൺസ് തിയറം, പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിപ്രോസിറ്റി തിയറം. സോ ഇതോടെ നമ്മളെ ഈ മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഈ ഒരു ക്ലാസ്സോട് കൂടി. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് റെസിപ്രോസിറ്റി തിയറം എന്ന് നോക്കാം. സോ എന്താണ് റെസിപ്രോസിറ്റി തിയറം? ഒരു ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്കിൽ അവിടെ ആകെ ഒരേ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇനി നമ്മൾ ആ സോഴ്സിന്റെ പൊസിഷൻ നമുക്ക് മാറ്റിയാലോ, ആ സോഴ്സിന്റെ പൊസിഷൻ നമ്മൾ ഇപ്പം നിലവിലിരിക്കുന്ന പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് എടുത്ത് മാറ്റി വെച്ചാലും എന്താണ് അതിന്റെ റെസ്പോൺസ്, അതായത് കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ അത് ഇന്റർചേഞ്ച് ചെയ്ത് കണ്ടുപിടിച്ചാലും നമുക്ക് എന്താണ് റെസ്പോൺസ് സെയിം ആയിരിക്കും. ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെസിപ്രോസിറ്റി തിയറം ഇങ്ങനെ മനസ്സിലാക്കാം. വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും, ഇപ്പം വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ഒരു നെറ്റ്വർക്കിൽ. അപ്പൊ അതിന്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്താൽ, അതിന്റെ അപ്പൊ നിലവിലിരിക്കുന്ന സ്ഥാനം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇന്റർചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടുപിടിക്കുന്ന മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതിന്റെ എമൗണ്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഒക്കെ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ആകെ ഒരേ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. മൾട്ടിപ്പിൾ സോഴ്സുകൾ പാടില്ല. ഒരേ ഒരു ഇപ്പൊ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമുള്ള നെറ്റ്വർക്ക്, നേരെ മറിച്ച് കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഒരേ ഒരു കറണ്ട് സോഴ്സ് മാത്രമുള്ള നെറ്റ്വർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തിയറം ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലൊക്കേഷൻ ഓഫ് ദി വോൾട്ടേജ് സോഴ്സ് ആൻഡ് ദ കറണ്ട് സോഴ്സ് മേ ബി ഇന്റർചേഞ്ച്ഡ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ കറണ്ട്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം ആദ്യം നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇവിടെ വെച്ചു. വോൾട്ടേജ് സോഴ്സ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിന്റെ കണ്ടുപിടിച്ചത്, കറണ്ട് കണ്ടുപിടിച്ചത്. ഇനി നേരെ മറിച്ച് നോക്കൂ, വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്തു? ഇതിന്റെ അപ്പുറത്തോട്ട് അടുത്ത ലൂപ്പിൽ കൊണ്ടേ കണക്ട് ചെയ്തു. ആ സമയത്ത് അവിടുത്തെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ ആ സമയത്ത് കണ്ടുപിടിക്കുന്ന കറണ്ടും എന്ത് തന്നെ ആയിരിക്കുന്ന പറയുന്നത്? സെയിം ആയിരിക്കുന്ന പറയുന്നത്. ഓക്കെ, സോ പൊളാരിറ്റിന്റെ കാര്യം പറയുമ്പോൾ, പൊളാരിറ്റി ഓഫ് ദി വോൾട്ടേജ് സോഴ്സ് ഷുഡ് ബി ഐഡന്റിക്കൽ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് ദി ബ്രാഞ്ച് കറണ്ട് ഇൻ ഈച്ച് പൊസിഷൻ. അപ്പൊ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ മാറ്റുന്ന സമയത്ത് പൊളാരിറ്റി എങ്ങനെയാലും മാറും. അപ്പൊ അതിനനുസരിച്ചുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് മാത്രം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ടിൽ രണ്ട് പോയിന്റുകളുണ്ട്. പോയിന്റ് എ, അവിടെയാണ് വോൾട്ടേജ് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പോയിന്റ് എയിലാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പോയിന്റ് ബിയിൽ ഉള്ള കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പോയിന്റ് ബിയിലുള്ള കറണ്ടാണ് മെഷർ ചെയ്യേണ്ടത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്ലസ് മൈനസ്, ഇത് ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ആണ്. ഇനി നമുക്ക് ലോഡ് ഉണ്ട് RL. അപ്പം നമ്മൾ ഇതിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസും അതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പോയിന്റ് എ, ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. ഓക്കെ, സോ രണ്ട് പോയിന്റ് ഉണ്ട്, എയും ബിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാ? പോയിന്റ് എയിലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയിലൂടെ ഒഴുകുന്ന, ബി പോയിന്റിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്. സോ ഒരു 10 വോൾട്ട് സോഴ്സ് പോയിന്റ് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ ആണെങ്കിൽ, അപ്പൊ ഇവിടെ ഒരു 10 വോൾട്ട് ആണ്, അതിവിടെ 2 ആംപിയർ കറണ്ട് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സോ മൂവിങ് ദി സെയിം 10 വോൾട്ട് സോഴ്സ് ടു പോയിന്റ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ തന്നെ എങ്ങനെ മാറ്റി വരയ്ക്കും? നേരെ ഇവിടെ കൊണ്ടുവച്ചു. എന്ത് ചെയ്തു? ഇവിടെ 10 വോൾട്ട് ഉണ്ട്, ഇവിടെ RL ഉണ്ട്, ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ R1 ഉണ്ട്. R1 അല്ലേ? R1 ഇവിടെ നെറ്റ്വർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
10 വോൾട്ട് സോഴ്സ് നമ്മൾ പോയിന്റ് ബിയിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെ കിട്ടണം? ആ പോയിന്റ് എയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് എന്ത് തന്നെ ആയിരിക്കണം? ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് തന്നെ ആയിരിക്കണം? ഐ എന്ന് പറഞ്ഞാൽ സെയിം 2 ആംപിയർ തന്നെ ആയിരിക്കണം. ഓക്കെ, സോ സോഴ്സും റെസ്പോൺസും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ചേഞ്ചിങ് ദി റെസ്പോൺസ്. ഓക്കെ, സോഴ്സും റെസ്പോൺസും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, പ്ലേസ് എക്സ്ചേഞ്ച് ചെയ്യാം, പക്ഷെ റെസ്പോൺസിന് യാതൊരുവിധ മാറ്റമില്ല. അപ്പൊ നമ്മൾ കറണ്ട് ആദ്യം നമ്മൾ സോഴ്സ് ഇവിടെ വെച്ചു, ഈ ബിയിലുള്ള പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചു. ഈ സോഴ്സ് നമ്മൾ ബിയിലേക്ക് മാറ്റി എയിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിച്ചത്. എങ്കിലും എന്ത് സംഭവിക്കുന്നത്? ആ സോഴ്സിൽ നിന്നും ആ സോഴ്സിന്റെ ആ എഫക്ട് കൊണ്ടുണ്ടാവുന്ന കറണ്ട് 2 ആംപിയർ തന്നെ ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് വിത്ത് ഓൺലി വൺ ഇൻഡിപെൻഡന്റ് സോഴ്സ്, പ്രധാനമായിട്ടും ഓൺലി വൺ ഇൻഡിപെൻഡന്റ് സോഴ്സ്, ഇഫ് ദ പൊസിഷൻ ഓഫ് ദി സോഴ്സ് ആൻഡ് ദ റെസ്പോൺസ് കറണ്ട് ഓർ വോൾട്ടേജ് ആർ ഇന്റർചേഞ്ച്, ദ റെസ്പോൺസ് റിമെയിൻസ് സെയിം. അതായത് നമ്മൾ ആ റെസ്പോൺസോ അല്ലെങ്കിൽ സോഴ്സിന്റെ പൊസിഷനോ എന്ത് ചേഞ്ച് ചെയ്ത് ഇന്റർചേഞ്ച് ചെയ്താൽ പോലും എന്തായിരിക്കരുത്? റെസ്പോൺസ് ചേഞ്ച് ആവരുത്, സെയിം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ കണ്ടീഷൻസ് പറയുന്നത് റെസിപ്രോസിറ്റി തിയറം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? ലീനിയർ ആയിരിക്കണം, ലീനിയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ എങ്ങനെയായിരിക്കണം? നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും കൊടുത്താലും പ്രത്യേകിച്ച് യാതൊരുവിധ ചേഞ്ചസും വരുത്താത്ത രീതിയിലുള്ള. ഇനി ഓൺലി വൺ ഇൻഡിപെൻഡന്റ് സോഴ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെസിപ്രോസിറ്റി തിയറം പറയുന്ന സമയത്ത് ഓർക്കുക, ഒരൊറ്റ ഇൻഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്താ? കണ്ടെയ്ൻസ് പാസീവ് എലമെന്റ്സ് ലൈക്ക് ആർ, എൽ, സി. റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ പോലുള്ള പാസീവ് എലമെന്റ്സ് ആണ് ഇത്തരം നെറ്റ്വർക്കിൽ നമുക്ക് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റെസിപ്രോസിറ്റി തിയറം കൃത്യമായിട്ട് വാലിഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ എവിടെയൊക്കെ കൊടുക്കാൻ പാടില്ല എന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? നോൺ ലീനിയർ സർക്യൂട്ട്സിൽ നമുക്ക് ഈ ഒരു റെസിപ്രോസിറ്റി തിയറം എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ ഉള്ള ഒരു സർക്യൂട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് സോഴ്സുകളുള്ള, അതായത് കൺട്രോൾഡ് സോഴ്സ് ഒക്കെ ഉള്ള ആ ഒരു സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, സർക്യൂട്ട്സ് ഹാവിംഗ് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് സോഴ്സ്. സോ നമ്മൾ പറഞ്ഞു ഒരൊറ്റ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസിപ്രോസിറ്റി തിയറം നമുക്ക് വാലിഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു അതായത് റെസിപ്രോസിറ്റി തിയറം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ എന്തൊക്കെയാണ് സ്റ്റെപ്സുകൾ? ഒരു റെസിപ്രോസിറ്റി തിയറം നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു സർക്യൂട്ട് വന്നിട്ട് റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്, എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എവിടെയാണോ നിലവിലെ സോഴ്സ് ഉള്ളത് ആ സോഴ്സ് ഇപ്പൊ പോയിന്റ് ആക്കി എടുക്കാം, അവിടെ സോഴ്സ് ഉണ്ട്, ആ സോഴ്സ് വെച്ചിട്ടുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ മെഷർ ദ റെസ്പോൺസ്, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് എന്താണെങ്കിലും പോയിന്റ് ബിയിലുള്ളത് കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി സോഴ്സ് ആൻഡ് ദ റെസ്പോൺസ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റെസ്പോൺസും അതുപോലെ തന്നെ വേണമെങ്കിൽ റെസ്പോൺസും ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ, നമുക്ക് സോഴ്സിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? പുതിയ റെസ്പോൺസ് മെഷർ ചെയ്യാം. ഇപ്പോൾ കിട്ടിയ രണ്ട് റിസൾട്ടും സെയിം ആണ്, സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം തിയറം വെരിഫൈ എന്ന് പറയാം. റെസിപ്രോസിറ്റി തിയറം വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, എങ്കിലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ തിയറം വൈസ് അങ്ങനെയാണ്. നമുക്കൊരു പ്രോബ്ലം എങ്ങനെയാണ്? ഫോർ ദി സർക്യൂട്ട് ഫൈൻഡ് കറണ്ട് I3 ആൻഡ് വെരിഫൈ റെസിപ്രോസിറ്റി തിയറം. അപ്പം I3 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതിലൂടെ പോകുന്ന കറണ്ട് കറണ്ട് I3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പം 10 വോൾട്ടിന്റെ സോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സ്. നമുക്ക് ഓരോന്ന് സോൾവ് ചെയ്യാം. അപ്പം ഇതിന്റെ ഇവിടെ I1 ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ I2 കറണ്ടും ഒഴുകുന്നുണ്ട്. അപ്പൊ ഇത് ലൂപ്പാണ് അല്ലെ? 3 ലൂപ്പുകളാണുള്ളത്. 3 ലൂപ്പുകൾ അല്ലെങ്കിൽ മെഷ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ ആദ്യം ഒന്നാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യും, പിന്നെ 2, ഇത് 3. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഷ് അനാലിസിസ് യൂസ് ചെയ്യാം.
ലൂപ്പ് 1, ലൂപ്പ് 2, ലൂപ്പ് 3 എടുത്തിട്ട് അതിന്റെ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാം. അതിനുശേഷം ആ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഒന്നില്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ഉണ്ട്. നമ്മൾ മെട്രിക്സിൽ പഠിക്കുന്ന സമയത്ത് ക്രാമേഴ്സ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്സ് പഠിച്ചവർക്കൊക്കെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ടാവില്ല. അപ്പൊ അതിലെ ക്രാമേഴ്സ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രാമേഴ്സ് റൂൾ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ക്രാമേഴ്സ് റൂൾ ഒന്ന് അപ്ലൈ നോക്കാം, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ. സോ നമ്മൾ ലൂപ്പ് 1 കൺസിഡർ ചെയ്യാൻ പോവാണ്. ലൂപ്പ് 1 കൺസിഡർ ചെയ്യാൻ പോവാണ്. ലൂപ്പ് 1 നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ KVL നമ്മളെ അപ്ലൈ KVL അപ്ലൈ ചെയ്യും. സോ ലൂപ്പ് 1 ഇതാണ്. ഇവിടെ നമുക്ക് 3 ohm റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ 10 വോൾട്ട് സപ്ലൈ ഉണ്ട്, 1 ohm റെസിസ്റ്റർ ഉണ്ട്, 10 ohm റെസിസ്റ്ററും ഉണ്ട് ഈ ലൂപ്പ് 1. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതും, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം -2 പ്ലസ്, ഇവിടെ വോൾട്ടേജ് റൈസ് ആണ്, അപ്പം 10 വോൾട്ട് പ്ലസ് ആണ്. വോൾട്ട് നൽകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 10. ഇനി സപ്ലൈ ഇവിടെ എത്തി, ഇവിടെ പ്ലസ് മൈനസ്, അപ്പം 1 ഓം ഇവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആണ്, -1 ഇൻറ്റു അതിലൂടെയുള്ള കറണ്ട് I1. ഓക്കെ, ഇനി നേരെ ഇവിടെ എത്തി, ഇവിടുന്ന് പ്ലസ് മൈനസ്, എന്നിട്ട് എന്ത് എഴുതും എന്ന് വെച്ചാൽ ഡ്രോപ്പ് ആണ്, -10 ഇൻറ്റു അവിടെ ഏതൊക്കെ കറണ്ട് ഉണ്ടെന്ന് നോക്കിയോ. ഈ I1 കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, I2 കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ I1 പ്ലസ് I2. ഇനി നേരെ കറങ്ങി ഇവിടെ എത്തിയപ്പം ഇവിടുന്ന് പ്ലസ് മൈനസ്, കയറുന്നത് പ്ലസ്, ഇറങ്ങുന്നത് മൈനസ്. സോ -3 ഇൻറ്റു ഏതാ കറണ്ടാ, I1 ഉണ്ട് ഓൾറെഡി, ഉണ്ട്. എന്നിട്ട് ഈ വഴി എന്ത് വരുന്നുണ്ട്, I1 താഴോട്ടാണ്, മുകളിലേക്ക് എന്ത് പോകുന്നുണ്ട്, I3 പോകുന്നുണ്ട്. സോ I1 മൈനസ് I3 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് 10 ഇവിടെ നിർത്താം, ബാക്കി എല്ലാത്തിനും അപ്പുറത്തും ഉണ്ടാവും. അപ്പൊ എന്ത് വരും, I1 മൈനസ് 10 ഇൻറ്റു I1 പ്ലസ് I2 -3 ഇൻറ്റു I1 മൈനസ് I3. സോറി, എല്ലാത്തിനും അപ്പുറത്തോണ്ട് പോയാൽ മൈനസ് ഒക്കെ പ്ലസ് ആവും. ഒന്നുകൂടി മറ്റു വരയ്ക്കാം. സോ ഈ ഇത്രയും സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽസിന്റെ അപ്പുറത്തോട്ടുണ്ട്. അപ്പം 10 ഈസ് ഈക്വൽ ടു നോക്കി, I1 പ്ലസ് 10 ഇൻറ്റു I1 പ്ലസ് I2 പ്ലസ് 3 ഇൻറ്റു I1 മൈനസ് I3. ജസ്റ്റ് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വെക്കാം, അപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടാൻ വേണ്ടിട്ട്. ഇനി I1 പ്ലസ് 10 ഇൻറ്റു I1 10 I1 പ്ലസ് 10 ഇൻറ്റു I2 10 I2. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു I1 3 I1. ഇനി 3 ഇൻറ്റു I3 മൈനസ് I3 ഇല്ലേ, മൈനസ് 3 I3 ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ 10 I1 ഉണ്ട്, I1 ഉണ്ട്, 3 I1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 14 I1 എന്ന് വരും അല്ലേ. 14 I1 പ്ലസ് പിന്നെന്താണ് 10 I2 മൈനസ് 3 I3 ഈസ് ഈക്വൽ ടു 10 എന്ന് വരും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. സോ നമ്മൾ ഒന്നാമത്തെ ലൂപ്പ് ഇക്വേഷൻ സോൾവ് ചെയ്തല്ല, ഡെറൈവ് ചെയ്തെടുത്തു. 40 I1 പ്ലസ് 10 I2 മൈനസ് 3 I3 ഈസ് ഈക്വൽ ടു 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I3 ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ലൂപ്പ് കൺസിഡർ ചെയ്യണം. ലൂപ്പ് 2 അപ്ലൈ KVL. ലൂപ്പ് 2 നമ്മൾ എന്ത് ചെയ്യാം, KVL അപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാ നോക്കിയേ, ലൂപ്പ് 2 ഇവിടെ 2 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്, 10 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 ഓമിന്റെ റെസിസ്റ്റർ ഇപ്പൊ എന്ത് വരും, അവിടെ വീണ്ടും ഡ്രോപ്പ് ആണ് അല്ലെ. അവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നുമില്ല. സോ അവിടെ 0 ആണ് വോൾട്ടേജ് സോഴ്സ്. പിന്നെ -2 ഇൻറ്റു ഏതാണ് I2. പിന്നെ 10ലേക്ക് വരുമ്പം
മൈനസ് 10 വരുന്ന സമയത്ത് I2 ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതേ ഡയറക്ഷൻ തന്നെയാണ് I1 പോകുന്നത്. അപ്പം എന്ത് വരും? I2 പ്ലസ് I1. ഇനി നേരെ ഇവിടെ എത്തി. ഇവിടുന്ന് മുകളിലോട്ട് I2 കയറുന്നുണ്ട്. മുകളിലേക്ക് തന്നെയാണ് I3 പോകുന്നത്. സോ നമ്മൾ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു 0. സോ എന്ത് വരും? ഇതൊക്കെ നമ്മൾ 0 ഒക്കെ മാറ്റി നമ്മൾ ബാക്കിയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതും? മൈനസ് 2I2 മൈനസ് 10 ഇൻറ്റു I2 മൈനസ് 10I2 10 ഇൻറ്റു എന്ത് I1 മൈനസ് 10I1 മൈനസ് 2 ഇൻറ്റു I2 2I2 ഇനി 2 ഇൻറ്റു I3 മൈനസ് 2I3 ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനൊക്കെ മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാത്തിനെയും മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2. ഇപ്പൊ നമുക്ക് I2 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? 2ഉം 2ഉം. അപ്പൊ 4I2 ഉണ്ട്. പിന്നെ I1 അവിടെ 10 ആണുള്ളത്. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10I1 പ്ലസ് പിന്നെ ഏതൊക്കെയാ? 10, ഇവിടെ 2, ഇവിടെ 2. അങ്ങനെയാണെങ്കിൽ 14I2. പിന്നെ എന്ത് വരും? പ്ലസ് ഒരു 2I3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പ് 1ന്റെ ഇക്വേഷൻ കിട്ടി, ലൂപ്പ് 2ന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ലൂപ്പ് 3ന്റെ ഇക്വേഷൻ വേണം. ലൂപ്പ് 3 അപ്ലൈ KVL. ഇനി ലൂപ്പ് 3ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 1.375 ഓം ഉണ്ട്. അപ്പം അത് നമുക്ക് കൺസിഡർ ചെയ്യാം. അവിടെ നമുക്ക് 0 ആണ് വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. 0 ഇടാം. മൈനസ് 1. എന്ത് വരും? 375 ഇൻറ്റു I3 അല്ലേ? ഇൻറ്റു I3. അവിടെ പോകുന്ന കറണ്ട് I3 ആണ് അല്ലെ? ഇതിലൂടെയുള്ള കറണ്ട് I3 ആണ്. അപ്പൊ I3 ഇട്ടു. ദെൻ നെക്സ്റ്റ് അടുത്തത് ഏതാ? അവിടെ 3 ഓം ഉണ്ട്. ഈ ലൂപ്പിൽ ഇവിടെ 3 ഓം വരും, 2 ഓം വരും. അപ്പൊ വരുന്ന സമയത്ത് എങ്ങനെ എഴുതും? മൈനസ് 3 ഇൻറ്റു അവിടെ ഏതൊക്കെയാ വരുന്നത്? I3 മുകളിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ I1 താഴേക്ക് വരുന്നുണ്ട്. അപ്പം എന്ത് വരും? I3 മൈനസ് I1 മൈനസ് വരും. കാരണം എന്താ? ഈ ഡ്രോപ്പ് ആയതുകൊണ്ട് അല്ലെ? പിന്നെ 2ന്റെ വരുന്ന സമയത്ത് രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. I3 മുകളിലേക്ക് പോകുന്നുണ്ട്, I2 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്ത് വരും? -2 ഇൻറ്റു I3 പ്ലസ് I2 ഈസ് ഈക്വൽ ടു 0. സോ എല്ലാത്തിനും നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ ആദ്യം ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബ്രാക്കറ്റ് പുറത്തെടുക്കാം. ബ്രാക്കറ്റ് പുറത്തെടുത്താൽ എന്ത് വരും? -1.375 I3 minus 3I3 plus 3I1 minus 2I3 minus 2I2 is equal to 0. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റു മൈനസ്. സോ നമുക്ക് എന്ത് കിട്ടും? 3I1 മാത്രം ഇവിടെ വന്നു അല്ലെ? 3I1. അപ്പം എന്ത് വന്നു? 3I1 മൈനസ് 3I1 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3I1 വന്നു. കാരണം ഇവിടെ പ്ലസ് 3I1 ആയിരുന്നു. അത് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3I1 ആയി. ഇനി എന്ത് വരും? പ്ലസ് 2I2. എത്ര? I2 ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പം 2I2. ഇനി പ്ലസ് ഇവിടെ 1.375 I3 ഉണ്ട്, ഒരു 3I3 ഉണ്ട്, ഒരു 2I3 ഉണ്ട്. അപ്പം 3 2 5, 5 1 6, 6.375 I3 is equal to 0. ഇതെന്തായി? മൂന്നാമത്തെ ഇക്വേഷൻ ആയി. ഓക്കെ, അപ്പൊ 3 എന്ത് കിട്ടി? 3 ലൂപ്പ് ഇക്വേഷൻസ് കിട്ടി. ഇനി 3 ലൂപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് I3 കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ
ടാസ്ക്. അപ്പൊ ഇക്വേഷൻസ് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. എന്തൊക്കെയാണ്? 14i1 പ്ലസ് 10i2 മൈനസ് 3i3 ഈസ് ഈക്വൽ ടു 10. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ വരുന്ന സമയത്ത് 10i1 പ്ലസ് 14i2 പ്ലസ് 2i3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി അടുത്തതോ മൈനസ് 3i1 പ്ലസ് 2i2 പ്ലസ് 6.375i3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ അറിയുന്നവർക്ക് അതിൽ സോൾവ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ക്രാമേഴ്സ് റൂൾ ചെയ്യുന്ന സമയത്ത് ഡിറ്റർമിനൻസ് ഒക്കെ എടുക്കുന്ന ഒരു മെത്തേഡാണ്. അതൊക്കെ നമ്മൾ മാത്സ് ഓൾറെഡി പഠിച്ചാണ്. ഞാൻ ഇവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ, സോ അപ്ലൈ ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതും? അതിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. മെട്രിക്സ് ഫോമിലേക്ക് എഴുതണം. ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. അപ്പം ഓരോ i1ന്റെയും i2ന്റെയും i3ന്റെയും വാല്യൂസ് എന്ത് ചെയ്യാം? അവിടെ മെട്രിക്സ് ആക്കി എഴുതാം. i1 ഇവിടെ 40, പിന്നെ 10 ഇവിടെ -3, പിന്നെ വരുമ്പോൾ ഇവിടെ 10 ഇവിടെ 14, ഇവിടെ എന്ത് 2 വരും, പിന്നെ -3 to 6.375. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട i1 i2 i3. ഇവിടെയോ ഈക്വലിനപ്പുറം 10 0 0. ഓക്കെ, സോ ഇതിൽ നിന്നും നമുക്ക് ഫൈൻഡ് i3 കണ്ടുപിടിക്കണം. i3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റ കാണാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റിന്റെ ഇടുക. ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 14 10 3 -3 10 14 2 -3 to 6.375. സോ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? സോൾവ് ചെയ്ത് സമയം കാണുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. കാരണം മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ക്രാമേഴ്സ് റൂൾ എന്താന്നുള്ളത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 310 ആണ് കിട്ടുന്നത്. 310. അതേപോലെ നമുക്ക് വേണം ഡെൽറ്റ 3 കാണണം. ഡെൽറ്റ 3 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യത്തെ രണ്ട് ലൈന് അങ്ങനെ തന്നെ എഴുതും. 14 10 10 14 -3 2. എന്നിട്ടോ ലാസ്റ്റത്തെ ആ കോളം അല്ലേ, ആ കോളത്തിൽ നമ്മൾ നമ്മുടെ ഈ വാല്യൂസ് 10 0 0 അപ്ലൈ ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് ഡെൽറ്റ 3 എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ കിട്ടുന്നത് 620 ആണ്. സോ നമ്മൾ i3 കാണാനായിട്ട് എന്ത് ചെയ്യണം? ഡെൽറ്റ 3 ഡിവൈഡ് ബൈ ഡെൽറ്റ ആണ്. സോ 620/310 ചെയ്യുന്ന സമയത്ത് i3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടി 2 ആംപിയർ. അതായത് നമ്മുടെ സോഴ്സ് എവിടെയായിരുന്നു? ലൂപ്പ് 1ൽ ഈ ഒരു പൊസിഷനിലായിരുന്നു സോഴ്സ് ഉണ്ടായിരുന്നു. ആ സോഴ്സ് സമയത്ത് കിട്ടിയ i3 നമുക്ക് കണ്ടുപിടിച്ചു. എന്താണ്? സെയിം i3 കണ്ടുപിടിച്ചു, 2 ആംപിയർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സോഴ്സ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യണം. നമ്മുടെ റെസിപ്രോസിറ്റി തിയറം ഒന്ന് പ്രൂവ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് സോഴ്സ് എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? സർക്യൂട്ട് മാറ്റി വരയ്ക്കാം. സർക്യൂട്ട് മാറ്റി വരയ്ക്കാൻ പറഞ്ഞാൽ സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? പൊസിഷൻ ചേഞ്ച് ചെയ്യും. സോ ഒന്ന് മാറ്റി വരയ്ക്കുമ്പോൾ സോഴ്സ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി.
ഇത് 1.375, 10 വോൾട്ട്, പിന്നെ 2 ഓം, ഇവിടെ 2 ഓം, ഇവിടെ 1 ഓം, ഇവിടെ 3 ഓം ഉണ്ട്, ഇവിടെ 10 ഓം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ലൂപ്പ് എടുത്ത് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് I3 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആക്കി എടുത്തു, ഇത് I2, ഇത് I3. സോ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തു. നേരത്തെ നമ്മൾ I3 ഇവിടെയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ I3 ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ സോഴ്സ് എന്താ? സോഴ്സ് മാറി നേരെ ഇവിടേക്ക് വന്നു, ഈ ലൂപ്പിലേക്ക് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ നമ്മൾ ലൂപ്പ് അപ്ലൈ ചെയ്യും. ലൂപ്പ് 1 അപ്ലൈ KVL. എങ്ങനെ? അവിടെ 10 ഉണ്ട് അല്ലേ? 10 വോൾട്ട് സപ്ലൈ ഉണ്ട്. നമുക്ക് ഇക്വേഷൻസ് എഴുതിയിട്ട് ഈക്വൽ ടു 10 എഴുതിയാലും മതി. കാരണം എന്തായാലും നമുക്ക് 10 അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ആദ്യം എഴുതിയിട്ട് അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 10 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് റൈസ് ആണ്. ഇപ്പൊ നമ്മൾ 10 എഴുതി. ദെൻ ഇവിടെ വരുന്നത് 1.375 ഓമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ -1.375 ഇൻറ്റു I1. ദെൻ ആ കറണ്ട് ഇവിടെ എത്തി 2 ഓമിൽ എത്തിയ സമയത്ത് ഇവിടെ പ്ലസ് മൈനസ് ഇവിടെ ഡ്രോപ്പ് ഉണ്ടായി. അതേസമയം I2 കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താണ്? -2 ഇൻറ്റു I1 മൈനസ് I2. പിന്നെ 3യിലേക്ക് എത്തി, അവിടെ വീണ്ടും -3 ഇൻറ്റു രണ്ട് കറണ്ട്, ഒന്ന് I3 ഇങ്ങോട്ടും I1 ഇങ്ങോട്ടും. അപ്പൊ എന്ത് വരും? I1 മൈനസ് I3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് നേരെ കിട്ടുന്ന, ഇത് ഞാൻ സോൾവ് ചെയ്ത സമയങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളല്ലേ? ഇത് എല്ലാം ബ്രാക്കറ്റ് ഒക്കെ മാറ്റി എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 6.375 I1 മൈനസ് 2 I2 മൈനസ് 3 I3 ഈസ് ഈക്വൽ ടു 10. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അതൊന്ന് സോൾവ് ചെയ്തിട്ട് നോക്കുക. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒരുപോലുള്ള I1 ഒരുപോലുള്ളതൊക്കെ ഒരുമിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് I1 I2 I3 എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എപ്പോഴും ഈ ഒരു ഇക്വേഷൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടി. അടുത്തത് ലൂപ്പ് 2 അപ്ലൈ KVL. ലൂപ്പ് 2 KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് അവിടെ ലൂപ്പ് 2 ഇതാണ് ലൂപ്പ് 2. ലൂപ്പ് 2 വരുന്ന സമയത്ത് അവിടെ നമുക്ക് 2 ഓം റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് വരും? -2 എന്ത് വരും? -2 ഇൻറ്റു I2, -2 ഇൻറ്റു I2. പിന്നെ വേറെ ഇവിടെ വരും 10 വരും, -10 ഇൻറ്റു ഏതൊക്കെയാ? അവിടെ I2 ഉണ്ട്, I3 ഉണ്ട്. അപ്പം I2 മൈനസ് I3 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളതുകൊണ്ട് I2 മൈനസ് I3. ദെൻ വീണ്ടും വന്നു, ഇവിടെ 2 ഓം ഉണ്ട്, 2 ഇൻറ്റു I2 മൈനസ് I1, ഓപ്പോസിറ്റ് ആണ്. I2 മൈനസ് I1 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ വരും. നമ്മൾ ഇതിൽ ഫൈനൽ ചെയ്യുന്ന സമയത്ത് -2 I1 പ്ലസ് 14 I2 മൈനസ് 10 I3 ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓൾറെഡി നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നാണ്. അതുകൊണ്ട് ഇവിടുന്ന് സോൾവ് ചെയ്ത് സമയം കളയുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി അടുത്തത് ലൂപ്പ് 3 അപ്ലൈ KVL. ലൂപ്പ് 3 KVL എങ്ങനെ അപ്ലൈ ചെയ്യാം? ഓക്കെ, ഇവിടെയാണ് 3. നമുക്ക് 1 ഓം റെസിസ്റ്റൻസ് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡ്രോപ്പ് അല്ല ഉണ്ടാവുന്നത് 1 ഇൻറ്റു അവിടെ കൊടുക്കുന്ന കറണ്ട് I3. ഇനി നേരെ I3 ഇവിടെ 3 ഓമിലേക്ക് വരുന്ന സമയത്ത് I3 വരുന്നു, അപ്പുറത്ത് I1 ഉണ്ട്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. സോ -3 ഇൻറ്റു I3 മൈനസ് I1. ഇനി ഇവിടെ 10 ഓമിലേക്ക് വരുമ്പം I3 ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് I2 പോകുന്നുണ്ട്, അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പം -10 ഇൻറ്റു I3
മൈനസ് I2 ഈക്വൽ ടു 0. പിന്നെ നമ്മൾ മാറ്റി സോൾവ് ചെയ്ത് എഴുതുന്ന സമയത്ത് -3 I1 മൈനസ് 10 I2 പ്ലസ് 14 I3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻ കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് മെട്രിക്സ് ഫോമിലേക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് മാറ്റി എഴുതാം. എന്ത് വരും? ഇവിടെ 6 പോയിന്റ് ഒന്നാമത്തെ ഇക്വേഷനിലുള്ള എല്ലാ ഓരോ I1 I2 I3 വാല്യൂസ് നമ്മൾ എന്ത് എഴുതാം? 6.375 -2 -3. ഇവിടെ -2 14 -10. വീണ്ടും -3 -10 14. നെക്സ്റ്റ് ഇവിടെ നമ്മൾ I1 കണ്ടുപിടിക്കേണ്ട വാല്യൂസ് I3 എന്ത് വരും? 10 0 0. കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ അപ്ലൈ ചെയ്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് അത് അറിയാത്തവര്, അങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യാം? ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കാം. സോ ഫൈൻഡ് I3 is equal to എന്ന് വെച്ചാൽ ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് 6 പോയിന്റ് ആ സെയിം സാധനങ്ങളൊന്നും എഴുതുക. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. 6.375 -2 -3. പിന്നെ -2 14 -10. പിന്നെ വരുമ്പോൾ -3 -10 14. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 310 എന്നായിരിക്കും. നിങ്ങൾ ഡിറ്റർമിനന്റ് ചെയ്ത് നോക്കുക. 310 ആയിരിക്കും കിട്ടുക. 310 ക്ലിയർ ആണല്ലോ? 310 എന്ന് കിട്ടും. ഡെൽറ്റ കിട്ടി. ഇനി നമ്മൾ എന്ത് വേണം? ഡെൽറ്റ 3 കണ്ടുപിടിക്കണം. ഡെൽറ്റ 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ 2 കോളംസ് അങ്ങനെ തന്നെ എഴുതാം. 6.375 -2 14 -3 -10. ലാസ്റ്റത്തെ കോളത്തിൽ നമ്മൾ വാല്യൂസ് 10 0 0. ലാസ്റ്റത്തെ കോളത്തിൽ നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യും. അപ്പം എന്തായി? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് 620 എന്നുള്ളത്. സോ I3 കാണാനായിട്ട് എന്ത് ചെയ്യണം? I3 is equal to നമുക്കറിയാം ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആണ്. ഇവിടെ ഡെൽറ്റ 3 എന്ന് പറഞ്ഞാൽ 620 ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 310 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. സോ I3 is equal to 2 ആംപിയർ. നോക്കി, നമ്മൾ ഫസ്റ്റ് ചെയ്ത സമയത്ത് ഈ പൊസിഷനിൽ ഈ പൊസിഷനിൽ കിടന്ന വോൾട്ടേജ് സോഴ്സ് ചെയ്യുന്ന സമയത്ത് I3 കണ്ടുപിടിച്ച സമയത്ത് കിട്ടിയത് എത്രയാ? 2 ആംപിയർ തന്നെയാണ് അല്ലെ? ഇനി നമ്മൾ പൊസിഷൻ മാറ്റി, ഈ വോൾട്ടേജ് സോഴ്സിന്റെ പൊസിഷൻ മാറ്റി ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ I3 കണ്ടുപിടിച്ചപ്പം എത്ര കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. സോ ഹെൻസ് റെസിപ്രോസിറ്റി തിയറം വെരിഫൈഡ്. ഹെൻസ് റെസിപ്രോസിറ്റി തിയറം വെരിഫൈഡ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്. ഇതൊരു ഒരു വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തം ചെയ്ത് നോക്കുക എങ്ങനെയാന്നുള്ളത്. ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ KVL അതായത് ലൂപ്പ് ഇക്വേഷനും എന്ത് ചെയ്യണം? നമുക്ക് എഴുതാൻ അറിയണം. ഓൾറെഡി നമ്മൾ അതിന്റെ ബേസിക് ക്ലാസ്സുകളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോ KVL എങ്ങനെയാണ്, KCL എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ എന്ത് ചെയ്യുക? അറിയാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പോയി കാണുക, എന്നിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഒരു സിമ്പിൾ പ്രോബ്ലം, എന്നിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാം? വെരിഫൈ റെസിപ്രോസിറ്റി തിയറം. അപ്പോൾ റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ കറണ്ട് സോഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്.
അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതില് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. V is equal to I into R ആണ്. നമ്മൾ ഓംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. V is equal to I into R ആണ് അല്ലേ? ഇവിടെ നമുക്ക് R അറിയാം, ഏതാണ്? 8 ഓം ആണ്. എന്നാൽ I അറിയോ? ഇല്ല. I കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം? വോൾട്ടേജ് കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കണം. കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പം ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരു IX എന്ന് കൊടുക്കാം. ജസ്റ്റ് IX എന്ന് കൊടുക്കാം. അപ്പം IX കാണാനായിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കണം. കറണ്ട് ഡിവിഷൻ റൂൾ എങ്ങനെയാ പറയുന്നത്? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രാഞ്ചിലെ ആണെങ്കിൽ ഓപ്പോസിറ്റ് പാരലൽ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആ രണ്ട് റെസിസ്റ്റൻസും 2 നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്യാം. എന്ത് ചെയ്യും? is equal to 10 into 2 by 10. 10 ക്യാൻസൽ ആയി പോയി, ബാക്കി എന്തുണ്ട്? 2 ആംപിയർ എന്ന് വരും. അപ്പൊ നമുക്ക് IX എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. സോ ഇനി V കാണാൻ എന്ത് ചെയ്താൽ മതി? V is equal to IX into R എന്ന് വെച്ചാൽ 2 into 8 എത്രയാ? 16 വോൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കിട്ടി 16 വോൾട്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജ് കറണ്ട് സോഴ്സിനെ ഇൻഡിപെൻഡന്റ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. സോ ദെൻ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് സോഴ്സ്. സോഴ്സ് ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ എങ്ങനെ വരയ്ക്കും? ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. കാരണം നമ്മൾ പഠിച്ചിരുന്നു വോൾട്ടേജ് സോഴ്സ് ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നെങ്കിൽ അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആക്കി വരയ്ക്കണം. ഇനി കറണ്ട് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കി വെക്കണം. അപ്പൊ നമ്മൾ കറണ്ട് സോഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ 10 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഇവിടെ 8 ഓമിന്റെ റെസിസ്റ്റർ ഉണ്ട്. 2 ഓം ഉണ്ട്. ഇവിടെ 3 ഓം ഉണ്ട്. സോ ഇവിടുത്തെ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ചെയ്ത സെയിം കാര്യം ചെയ്താൽ മതി അല്ലേ? നോക്കൂ, ഈ പറഞ്ഞ 2 ഓമും 8 ഓമും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ V is equal to I into R ആണ്. ഇവിടുത്തെ I നമുക്ക് IY എന്ന് കൊടുക്കാം. IY എന്ന് പറഞ്ഞാൽ ഈ 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? IY is equal to ടോട്ടൽ കറണ്ട് ഇൻറ്റു ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ല കണ്ടുപിടിക്കേണ്ടത്, IY. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാരലൽ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ റെസിസ്റ്റൻസ് 8/2. സോ എന്ത് വരും? 10 into 8/10 വരും. ഈ 10 ഉം 10 ഉം പോയി, ബാക്കി 8. സോ IY നമുക്ക് കിട്ടി എന്ത്? 8 ആംപിയർ. ഇനി നമുക്ക് V കണ്ടുപിടിക്കാനായിട്ട് IY into R ആണ്. IY എന്ന് പറഞ്ഞാൽ 8 into R എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാ? 2 ആണ്. സോ എത്രയാ? 8 × 2 16 വോൾട്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഈ കറണ്ട് സോഴ്സ് ഇവിടെ വന്ന് ഈ എയും ഇത് ബി ആക്കി എടുക്കാം. പോയിന്റ് എയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഈ വോൾട്ടേജ് കണ്ടുപിടിച്ചപ്പോൾ 16 വോൾട്ട് കിട്ടി അല്ലേ? നേരെ മറിച്ച് ഇവിടെ നോക്ക്, ബിയിലേക്ക് മാറ്റി നമ്മൾ ബിയിലേക്ക് സോഴ്സ് മാറ്റിയ സമയത്ത് നമ്മൾ ഇതിലെ വോൾട്ടേജ് കണ്ടുപിടിച്ച സമയത്ത് എത്ര കിട്ടി? 16 വോൾട്ട് കിട്ടി. അപ്പം ഇതാണ് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വാല്യൂസ് മാറാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് റെസിപ്രോസിറ്റി തിയറം പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി ഈ ഒരു സർക്യൂട്ടിൽ റെസിപ്രോസിറ്റി തിയറം വെരിഫൈഡ് ആയെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ആണ്. ട്രാൻസ്ഫർ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എത്രത്തോളമാണ് അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് എത്രയാണെന്നുള്ളത്. അപ്പൊ അതിനായിട്ട് നമുക്കറിയാം V is equal to I into R ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? I into Z എന്ന് എഴുതാം. ഈ R Z ഇമ്പിഡൻസ് Z എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ Z is equal to V/I ആണ്. ഇവിടെ വോൾട്ടേജ് 16 ആണ്, കറണ്ട് 10 ആണ്. സോ 1.6 ഓം ആണ്. സോ Z is equal to ട്രാൻസ്ഫർ ഇമ്പിഡൻസ് is equal to 1.6 ഓം. സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മുടെ റെസിപ്രോസിറ്റി തിയറത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നമുക്ക്
ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടായിരിക്കണം. ഒറ്റ ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റെസിപ്രോസിറ്റി തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്ക് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സോഴ്സോ അല്ലെങ്കിൽ റെസ്പോൺസോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി റെസ്പോൺസ് റിമൈൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കണം. നമ്മൾ എന്ത് ഇന്റർചേഞ്ച് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കുന്ന റെസ്പോൺസ് അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കണം കിട്ടേണ്ടത്. അതാണ് റെസിപ്രോസിറ്റി തിയറത്തിന്റെ പ്രത്യേകത. അപ്പോൾ റെസിപ്രോസിറ്റി തിയറം എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ അല്ല നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങളത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓരോ തിയറത്തിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.